നഗ്നതാ ദൃശ്യങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി കാമുകിയെ സുഹൃത്തുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിച്ച യുവാവ് പിടിയിൽ. ഇയാളുടെ സുഹൃത്തിനെയും ബംഗളൂരു സെൻട്രൽ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. സ്വകാര്യ ദൃശ്യങ്ങളാണ് മറ്റുള്ളവരെ കാണിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത്. സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരനായ ഹരീഷ്, ഹേമന്ത് എന്നിവരാണ് അറസ്റ്റിലായത്. 32കാരി പരാതിയുമായി രംഗത്തെത്തിയതോടെയാണ് സംഭവം പുറത്തറിയുന്നതും. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരെയും വലയിലാക്കിയതും. ഹരീഷും യുവതിയും തമ്മിൽ പ്രണയത്തിലായിരുന്നു. ഇരുവരും ഒന്നിച്ച് നിരവധി പാർട്ടികളിലും പങ്കെടുത്തിട്ടുണ്ട്. ഈ സമയങ്ങളിൽ താനറിയാതെ ഹരീഷ് സ്വകാര്യ നിമിഷങ്ങൾ വീഡിയോയിൽ പകർത്തിയെന്നാണ് യുവതി പറയുന്നത്. എന്നാൽ ഇരുവരും പ്രണയത്തിലായതുകൊണ്ട് തന്നെ യുവതി അതിന് വിസമ്മതിക്കുകയും ചെയ്തില്ല. എന്നാൽ പിന്നീടാണ് ഹരീഷ് ഈ വീഡിയോകൾ ദുരുപയോഗം ചെയ്യുന്നതായും അറിയാൻ സാധിച്ചത്. ഓരോ നിമിഷവും ഹരീഷ് എടുത്തുവെച്ച വീഡിയോ ദൃശ്യങ്ങൾ യുവതിയെ കാണിച്ച് ഭീഷണിപ്പെടുത്തുമായിരുന്നു. സുഹൃത്തായ ഹേമന്തുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഹരീഷ് നിർബന്ധിച്ചതായും പരാതിയിൽ പറയുന്നുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. പകരമായി ഹേമന്തിന്റെ കാമുകിയെ ഹരീഷിന് മുന്നിൽ എത്തിക്കാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഹേമന്തിന്റെ കാമുകിയെ നേരത്തെ ഇരുവരും ചേർന്ന് ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ടെന്നും പോലീസ് പറയുന്നുണ്ട്. പങ്കാളിയെ കൈമാറുന്ന സംഘത്തിലെ അംഗങ്ങളാണ് ഹരീഷും ഹേമന്തും. ഹേമന്തിന് പുറമെ മറ്റ് സുഹൃത്തുക്കളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനും ഹരീഷ് നിർബന്ധിക്കുമായിരുന്നു എന്നാണ് യുവതി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. ഇരുവരുടെയും മൊബൈൽ ഫോണുകൾ ഇതിന് തെളിവുമാണ്. മൊബൈൽ ഫോണുകളിൽ നിന്ന് വേറെയും സ്ത്രീകളുടെ സ്വകാര്യ വീഡിയോകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയെന്നാണ് പോലീസ് പറയുന്നത്. പങ്കാളികളെ പരസ്പരം മാറ്റുകയും ഇതിൻ്റെ കണ്ണികളായി മാറുകയുമാണ് ഇവർ ചെയ്യുന്നത്. മറ്റുള്ളവരെയും ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഇവർക്ക് മറ്റു സ്ത്രീകളുമായി ബന്ധമുണ്ടോ എന്നും മറ്റു സ്ത്രീകളെയും ഇതുപോലെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ എന്നും മറ്റു സ്ത്രീകളെ ലൈംഗികമായി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നും പോലീസ് നിരീക്ഷിച്ചു വരികയാണ്. ഇവരുടെയും ഫോൺ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ യുവതികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. പ്രതികളെ ചോദ്യം ചെയ്തതിനു ശേഷവും പ്രതികളുടെ ഫോൺ നിരീക്ഷിച്ചതിനു ശേഷവും പിന്നീട് മറ്റ് വകുപ്പുകൾ പോലീസ് ചുമത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. സംഭവത്തിൽ അന്വേഷണം തുടരുകയാണെന്നും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കേസിന്റെ വിശദാംശങ്ങൾ ലഭ്യമാക്കുമെന്നും ബംഗളൂരു പോലീസ് അറിയിച്ചിട്ടുണ്ട്. പോലീസിന് പരാതി ലഭിച്ചതിനനുസരിച്ച് ഇരുവരെയും അറസ്റ്റ് ചെയ്ത പോലീസ് ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ബംഗളൂരുവിൽ ഇത്തരം നിരവധി സംഭവങ്ങളാണ് അരങ്ങേറിയിട്ടുള്ളതെന്നും പോലീസ് പറയുന്നുണ്ട്. കാമുകിയെയോ ഭാര്യയെയോ ലൈംഗികമായി ഉപയോഗിച്ചതിനു ശേഷം അതിൻ്റെ സ്വകാര്യ ദൃശ്യങ്ങൾ വീഡിയോ പകർത്തുകയും പിന്നീട് അത് ദുരുപയോഗം ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ഇതൊരു ബിസിനസ്സാക്കി മാറ്റുകയും ചെയ്യുന്ന നിരവധി പേരാണ് ഇത്തരത്തിൽ പോലീസിൻ്റെ വലയിലായിട്ടുള്ളത്. ഇവർക്കായിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.